നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉമാ തോമസിന്റെ കരുത്തിന് മുന്നിൽ ഡോക്ടർമാർക്ക് അത്ഭുതം. ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞുപോയത്. ഗുരുതരമായ അപകടത്തെ തുടർന്ന് വെന്റിലേറ്ററിലായ ഉമാ തോമസ് ഒടുവിൽ ഇന്ന് രാവിലെ കണ്ണു തുറന്നു. കൈകാലുകൾ അനക്കി. കൈകൊണ്ട് മുറുക്ക പിടിക്കാൻ ഡോക്ടർമാർ ആവശ്യപ്പെട്ടപ്പോൾ അതനുസരിച്ചു. ട്യൂബ് ഇട്ടിരിക്കുന്നത് കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. തലച്ചോറിലെ ക്ഷതങ്ങളിൽ പുരോഗതിയുണ്ട്. എന്നാൽ ശ്വാസകോശത്തിലെ പരിക്കാണ് പ്രധാന വെല്ലുവിളി. വാരിയെല്ല് പൊട്ടിയതുകൊണ്ട് അണുബാധയ്ക്ക് സാധ്യതകളുണ്ട്. ശ്വാസകോശത്തിലെത്തിയ രക്തം ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ആന്റിബയോട്ടിക്കിലൂടെ വേണം ആ രക്തമയം മുഴുവൻ മാറ്റിയെടുക്കാൻ. ഉമാ തോമസിന്റെ നില ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണെന്നും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി 24 മണിക്കൂർ കഴിഞ്ഞാലേ ഗുരുതരാവസ്ഥയിൽ നിന്ന് മാറി എന്ന് പറയാൻ കഴിയുമെന്നും ഡോക്ടർമാർ പറയുന്നു. പാലാരിവട്ടം റിനെ മെഡിസിറ്റിയിൽ വെന്റിലേറ്റർ സൗകര്യത്തിലാണ് ഇപ്പോഴും ഉമാ തോമസ്. അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. നിരീക്ഷണം തുടരുകയാണ്. 20ഓളം അടി ഉയരമുള്ള ഉദ്ഘാടന വേദിയിൽ നിന്നാണ് ഉമാ തോമസ് താഴേക്ക് വീണത്. ഇന്ന് രാവിലെ മകൻ കയറി കണ്ടപ്പോൾ MLA കണ്ണു തുറന്നു, കൈകാലുകളൊന്നനക്കി. ആ കരുത്ത് നിശ്ചയദാർഢ്യം. PT യുടെ ഉമാ തോമസിന്റെ കരുത്ത് കേരളത്തിന് വ്യക്തമായി അറിയാം. ഉമാ തോമസും PT തോമസും തമ്മിൽ ശക്തമായ പ്രണയ ദിവസങ്ങൾ. ഒടുവിൽ ഉമാ തോമസിനെ അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന് PT തോമസ് വയലാർ രവിയുടെ വീട്ടിലാക്കി. അവിടെ മേഴ്സിയും വയലാർ രവിയും. ഉമാ തോമസിന്റെ മാതാപിതാക്കൾ പരിഭ്രമത്തിലായി. മകൾ എവിടെയെന്നറിയാതെ അവർ കുഴഞ്ഞു. അപ്പോൾ PT തോമസ് തന്നെയാണ് ഉമാ തോമസിന്റെ പിതാവിനെ വിളിച്ച് വിവരം പറഞ്ഞത്. മകൾ തനിക്കൊപ്പമുണ്ടെന്നും സുരക്ഷിതയാണെന്നും PT തോമസ് ആ പിതാവിനെ വിളിച്ചറിയിച്ചു. ഇപ്പോഴും അങ്ങ് ദൂരെ PT തോമസിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, ഉമാ തോമസ് സുരക്ഷിതയാണ്. വയലാർ രവിയുടെ വീട്ടിൽ നിന്നും ഒരുങ്ങി പ്രതിശ്രുത വധൂവരന്മാർ നേരെ കോതമംഗലത്തെ ജ്ഞാനായ പള്ളിയിലേക്ക് അന്നെത്തി. PT യുടെ വീട്ടുകാരും മഹാരാജാസ് കോളേജിലെ തന്റെ സഹപാഠികളായിരുന്ന വിദ്യാർത്ഥികളും പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും മാത്രമായിരുന്നു ആ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത്. ഉമയും PT തോമസും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് PT തന്നെ പറഞ്ഞിട്ടുണ്ട്. മഹാരാജാസ് കോളേജിലെ KSU പ്രവർത്തനത്തിനിടെ ഉമയുമായി പരിചയപ്പെട്ടു. അത് വളരെ പെട്ടെന്ന് ഒരടുത്ത സൗഹൃദമായി മാറി. ആ സൗഹൃദം ഉമയുടെ വീട്ടുകാരോടും വ്യാപിച്ചു. ഉമയുടെ അമ്മയുമായി ഫോണിലൂടെ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. മറ്റു ബന്ധുക്കളുമായും പരിചയത്തിലായി. അപ്പോഴൊന്നും താൻ ഉമാ തോമസുമായി പ്രണയത്തിലായിരുന്നില്ല. പിന്നീട് എപ്പോഴോ ഉമയോട് സൗഹൃദത്തിനപ്പുറം മറ്റൊരു ഇഷ്ടം തോന്നി. പക്ഷെ അവളോടത് തുറന്നു പറയാൻ പറ്റില്ല. ഉമയ്ക്ക് വീട്ടിൽ വിവാഹാലോചന തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ രണ്ടും കൽപ്പിച്ച് ഉമയോട് താൻ കാര്യം പറഞ്ഞു. താൻ ആവശ്യപ്പെട്ട പ്രകാരം ഉമ എന്നെ കാണാൻ വന്നു. പക്ഷേ 2 കൂട്ടുകാരികൾ അപ്പോൾ ഒപ്പമുണ്ടായിരുന്നു. കൂട്ടുകാരികൾ ഒപ്പമുണ്ടായിരുന്നത് കൊണ്ട് നേരിട്ട് പറയാൻ കഴിഞ്ഞില്ല. പിന്നീട് ഫോണിലൂടെയാണ് തന്റെ പ്രണയം അറിയിച്ചത്. അങ്ങനെ ഉമയും അനുകൂലമായി പ്രതികരിച്ചു. ജാതിയും മതവും നോക്കാതെ വിപ്ലവകരമായ പ്രണയവും വിവാഹവും അതായിരുന്നു ഉമാ തോമസും PT തോമസും തമ്മിൽ നടന്നത്. മഹാരാജാസ് കോളേജിൽ വെച്ചാണ് PT തോമസ് ഉമയെ പരിചയപ്പെടുന്നത്. മഹാരാജാസിലെ പഠനമൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയ PT തോമസ് പിന്നീട് KSU പ്രവർത്തനത്തിനായി കോളേജിൽ തിരികെ എത്തിയപ്പോഴാണ് അന്ന് KSU പ്രവർത്തനങ്ങളിൽ സജീവയായിരുന്ന ഉമാ തോമസിനെ പരിചയപ്പെടുന്നത്. അന്യമതസ്ഥനും ഇടുക്കിയിലെ കർഷക കുടുംബത്തിലെ അംഗവുമായ PT തോമസുമായുള്ള ഉമയുടെ പ്രണയം വീട്ടുകാർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. ഉമയെ കല്യാണം കഴിക്കുന്നതിൽ PT തോമസിന്റെ വീട്ടുകാർക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഒരു നിബന്ധന മാത്രം, കല്യാണം പള്ളിയിൽ വെച്ച് നടത്തണം. ഉമയുടെ കുടുംബത്തെ അനുനയിപ്പിക്കാൻ ഉമ്മയും PT തോമസുമൊക്കെ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് PT ആ തീരുമാനമെടുത്തു. ഉമയെ നേരെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോവുക. സമ്പന്ന ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്നു ഉമ. ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരംഗമായ PT തോമസ്. വിവാഹത്തിന് ശേഷവും മതം ഇരുവരുടെയും ജീവിതത്തിൽ ഒരിക്കലും വിഷയമായിട്ടില്ല. ദമ്പതികൾക്ക് പിന്നീട് 2 ആൺമക്കൾ. മൂത്തയാൾക്ക് വിഷ്ണുവെന്നും രണ്ടാമന് വിവേകെന്നും പേരിട്ടു. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ച് വളരാനുള്ള സ്വാതന്ത്ര്യം അവർ മക്കൾക്ക് നൽകി. തങ്ങളുടെ വിവാഹത്തിൽ എന്ന പോലെ വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ മക്കളുടെ വിവാഹവും നടത്തി. ജീവിതത്തിൽ എന്നും ഒരു പോരാളിയായിരുന്നു PT തോമസ്. അത് തന്റെ കോളേജ് ജീവിതത്തിലും വിവാഹത്തിലും രാഷ്ട്രീയ ജീവിതത്തിലുമൊക്കെ തുടർന്നു. ഒടുവിൽ അർബുദത്തോട് പോരടിച്ചാണ് PT തോമസ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. തൊടുപുഴയിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച PT തോമസ് ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിലേക്ക് വളർന്നു വന്നത് പോരാട്ടത്തിന്റെ മറ്റൊരു മുഖം. എന്നും കോൺഗ്രസിലെ ഒറ്റയാൻ എന്നറിയപ്പെട്ട PT തോമസ്
പിണറായി വിജയനോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിൽ ഏറ്റവും ശക്തനെന്ന പേരെടുത്തു. താഴെത്തട്ടിലെ പ്രവർത്തകരുമായി സാധാരണക്കാരുമായി നല്ല ഇഴയടുപ്പം സൂക്ഷിച്ചു. മഹാരാജാസ് കോളേജിലെ KSU നേതാവായി ഉയർന്നുവന്ന PT ക്യാമ്പസ് കാലം മുതൽ തന്നെ ഒരു ഉശിരൻ ഫൈറ്ററായിരുന്നു. പോരാട്ടത്തിന്റെ ഈ കരുത്ത് തന്നെയാണ് തന്റെ ഭാര്യയിലേക്കും PT തോമസ് പകർന്നു നൽകിയത്. മരണത്തിലും ആ പോരാട്ടം കത്തിജ്വലിച്ച് നമ്മൾ കണ്ടു. തന്റെ മരണശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും സുഹൃത്തുക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് PT തോമസ് മരണത്തിലേക്ക് കടന്നത്. അസുഖം മൂർച്ഛിച്ച ഘട്ടത്തിൽ തന്റെ അന്ത്യാഭിലാഷങ്ങൾ എഴുതി സൂക്ഷിക്കാൻ അദ്ദേഹം മറന്നില്ല. PT തോമസിന്റെ അന്ത്യാഭിലാഷം അനുസരിച്ച് അദ്ദേഹത്തിന്റെ സംസ്കാരം രവിപുരത്ത് വെച്ച് നടത്തി. തന്റെ മൃതദേഹത്തിൽ റീത്ത് വെക്കരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു. അന്ത്യോപചാര ചടങ്ങുകൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ PTക്ക് ഒരു കൃത്യതയുണ്ടായിരുന്നു. വയലാർ എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ ചന്ദ്രകളഭം ചാർത്തിയ എന്ന സംഗീതം ചെറിയ ശബ്ദത്തിൽ വെക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. തന്റെ ചിതാഭസ്മം ഉപ്പുതോടിലുള്ള അമ്മയുടെ കല്ലറയ്ക്കുള്ളിൽ നിക്ഷേപിക്കണമെന്നും അമ്മയോടൊപ്പം ഉറങ്ങണമെന്നും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഒടുവിൽ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. ഒരിക്കലും ഒരു സഭാവിശ്വാസിയായിരുന്നില്ല PT തോമസ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശവമഞ്ചവുമായി ഘോഷയാത്ര നടത്തിയ അച്ഛന്മാർക്കും സഭാ നേതൃത്വത്തിനുമുള്ള മറുപടിയായിരുന്നു തന്റെ മരണം. മരണത്തിലൂടെ അദ്ദേഹം എല്ലാവരെയും തോൽപ്പിച്ചു. ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഇപ്പോൾ ഉമാ തോമസിന് കരുത്താകുന്നതും PT തോമസിന്റെ ആത്മാവ് തന്നെയാകും. എന്നും തികഞ്ഞ പോരാളിയായിരുന്ന PT തോമസ് ഉമാ തോമസിനോട് മന്ത്രിക്കും, നീ ഉശിരൻ യുദ്ധം ചെയ്യണം. ഇപ്പോഴും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് കേരളം. ആരാണ് ഉമാ തോമസിനെ ഇത്ര നിർബന്ധിച്ച് ആ അപകടകരമാം വിധം കെട്ടി ഉയർത്തിയ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? മൻമോഹൻ സിംഗ് അന്തരിച്ചതിനെ തുടർന്ന് ഒരാഴ്ചയായി ഇന്ത്യയിൽ നടക്കുന്ന ഔദ്യോഗിക ദുഃഖാചരണം. അതിന് പുല്ലുവില കൊടുത്ത് ഈ മൃദംഗ വിഷൻ എന്തിനാണ് കലൂർ സ്റ്റേഡിയത്തിൽ ഇത്ര തിരക്കിട്ട് ഈ പരിപാടി തട്ടിക്കൂട്ടിയത്? യാതൊരുവിധ അനുമതികളുമില്ലാതെ എന്തിനാണിവർ ഇത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത ഒരു സ്റ്റേജ് കെട്ടി ഉയർത്തിയത്? ഇത്ര വലിയ പണത്തട്ടിപ്പും കൊള്ളയും നടത്തിയിട്ടും എന്തുകൊണ്ട് പോലീസും മറ്റ് സംവിധാനങ്ങളുമൊക്കെ അവർക്ക് കൂട്ടുനിന്നു? സംവിധായകൻ MA നിഷാദ് ഇന്ന് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ മൃദംഗനാദം എന്ന നൃത്തപരിപാടി അക്ഷരാർത്ഥത്തിൽ മൃഗീയ നാടകമായിരുന്നു എന്നുള്ളതിന്റെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. സമൂഹ നൃത്തത്തിൽ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് മറ്റ് നർത്തകിമാരെ സിനിമയിലെ നൃത്തരംഗത്ത് അവതരിപ്പിക്കുന്ന സംഘനർത്തകർ അല്ലെങ്കിൽ ഡാൻസേഴ്സ് ആയി പശ്ചാത്തലത്തിൽ നൃത്തം ചെയ്യിപ്പിച്ച രീതി തികച്ചും അപലപനീയമാണ്. ഒരപകടം നടന്നിട്ടും അത് വകവയ്ക്കാതെ പരിപാടിയുമായി മുന്നോട്ട് പോയ സംഘാടകരും ഇവന്റ് മാനേജേഴ്സുമാണ് പ്രധാന പ്രതികൾ. അവരുടെ പേരുകൾ പുറത്തുവിടണം. ആരൊക്കെയാണ് ഈ പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിയാനുള്ള അവകാശം പൊതുസമൂഹത്തിനുണ്ട്. ഒരു നർത്തകിയുടെ കയ്യിൽ നിന്നും എത്ര രൂപ വാങ്ങി സംഘാടകർ എന്ന കണക്കും പുറത്തു വന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിലെ കച്ചവട ലക്ഷ്യം പുറത്തറിയുക തന്നെ വേണം. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ നടത്തിയ പരിപാടിയുടെ അണിയറക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പച്ചയ്ക്കുള്ള കച്ചവടം, അതിന് കൂട്ടുനിന്നതോ അമേരിക്കയിൽ നിന്ന് പറന്നെത്തിയ ദിവ്യ ഉണ്ണി അടക്കമുള്ള നടിമാർ, അവർക്കൊക്കെയുള്ള പണത്തോടുള്ള ആർത്തി തന്നെയാണ് ഈ കൊടുംകൊള്ളയ്ക്ക് കാരണം. ദിവ്യ ഉണ്ണിയെ നേരിട്ട് വിളിച്ച് തന്റെ ആശങ്കകൾ അറിയിച്ച ഒരാളുടെ വാക്കുകൾ ഇന്നലെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അയാൾക്ക് നേരെ ആക്രോശിക്കുകയാണ് ദിവ്യ ഉണ്ണി ചെയ്തത്. പണം അതുതന്നെയാണ് ദിവ്യയെ പോലുള്ളവരുടെ ഏറ്റവും വലിയ ആർത്തി. ഉമാ തോമസിനെ ഇന്ന് രാവിലെ ആശുപത്രിയിൽ കയറി കണ്ടതിന് ശേഷം അമ്മ കണ്ണു തുറന്നു കൈകാലുകൾ അനക്കി എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അവരുടെ സ്വന്തം മകൻ. ഇല്ല, ഉമയ്ക്കൊന്നും സംഭവിക്കില്ല. മൃദംഗ വിഷന്റെ CEO അടക്കമുള്ളവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുവെന്ന് പോലീസ് പറയുന്നു. എന്നാൽ എല്ലാവർക്കും സ്റ്റേഷൻ ജാമ്യം നൽകാനുള്ള സംവിധാനങ്ങൾ മാത്രമേ പോലീസ് ഒരുക്കി കൊടുക്കുന്നുള്ളൂ. വലിയ ഇടപാടുകളും സംഘടിതമായ ആസൂത്രണവും കൊള്ളയുമൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല വെളിപ്പെടുത്തലുകളും. നടുക്കുന്ന ഇത്തരം കൊള്ളകൾക്ക് വേദിയാകാൻ എങ്ങനെ കേരളത്തിൻ്റെ മണ്ണിൽ കഴിയുന്നു? അതിന് ഭരണകൂട ഒത്താശയും പോലീസ് പിന്തുണയും മാത്രമാണ് സഹായിക്കുന്നത്. ഉമാ തോമസ് ആശുപത്രിയിലായപ്പോൾ ഈ സംഘാടകർ എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല? എന്തുകൊണ്ട് സജി ചെറിയാൻ അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് പാഞ്ഞു ചെന്നില്ല? എല്ലാവർക്കും പ്രശസ്തിയും പണവും മാത്രം മതി. അതിന് ഒരു ജോയി ആലുക്കാസും ഒരു കല്യാൺ സിൽക്സും അപവാദവുമല്ല. അവരുടെയൊക്കെ പേരുകൾ പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് എന്താണ് നാക്കിൽ ഉളുക്കുന്നത്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.